ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ഡേ 3യിലെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മുകളിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്ത് കൂട്ടുകാരുടെ പേരും സ്കൂളിൻ്റെ പേരും എഴുതാൻ മറക്കില്ലല്ലോ. പ്രവർത്തനം 11 നല്ല ശീലങ്ങൾ. അരിയും പയറും പച്ചക്കറിയും പാലും പഴവും മുട്ടയുമെല്ലാം എല്ലാം നമ്മൾക്ക് ആവശ്യം നന്നായി വളരാൻ എന്നെന്നും. നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം മാത്രം പോരാ, ആരോഗ്യശീലങ്ങളും പാലിക്കണം. നല്ല ആരോഗ്യശീലങ്ങൾക്കു നേരെ ചിരിക്കുന്ന മുഖം വരച്ചു ചേർക്കൂ. എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? തുറന്നു വെച്ച ആഹാരം കഴിക്കാറില്ല, അതിനു നേരെ നമ്മൾ ചിരിക്കുന്ന മുഖം വരച്ചു ചേർക്കണം. പിന്നെയോ നഖങ്ങൾ നീട്ടി വളർത്തും, അതിനു നേരെ ചിരിക്കുന്ന മുഖമല്ല വരയ്ക്കേണ്ടത്, അല്ലേ? പിന്നെയോ ആഹാരത്തിന് മുമ്പും ശേഷവും കൈ കഴുകും, അതിനു നേരെ നമ്മൾക്ക് ചിരിക്കുന്ന മുഖം വരച്ചു ചേർക്കാം. പിന്നെയോ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കൂ, അതിനു നേരെയും നമ്മൾക്ക് ചിരിക്കുന്ന മുഖം വരച്ചു ചേർക്കാം. എന്നും കുളിക്കാറില്ല, അതിനു നേരെ നമ്മൾക്ക് വരയ്ക്കാൻ കഴിയില്ല, അല്ലേ? പിന്നെയോ വൃത്തിയുള്ള വസ്ത്രം ധരിക്കും, അതിനു നേരെ നമ്മൾക്ക് ചിരിക്കുന്ന മുഖം വരച്ചു ചേർക്കാം. പഴകിയ ആഹാരം കഴിക്കും, പാടുണ്ടോ? ഇല്ല, അല്ലേ? പിന്നെയോ 2 നേരം പല്ലു തേക്കും, അതിനു നേരെ നമ്മൾക്ക് ചിരിക്കുന്ന മുഖം വരച്ചു ചേർക്കാം. ആക്ടിവിറ്റി 12, ലെറ്റ്സ് ഫൈൻഡ് ദ സം. ആകെ തുക കണ്ടെത്താം. ലുക്ക് അറ്റ് ദ നോട്ട്സ് ആൻഡ് കോയിൻസ് വിത്ത് റഹീം ആൻഡ് മിനി. മിനിയുടെയും റഹീമിന്റെയും കയ്യിലുള്ള നോട്ടുകളും കോയിനുകളും നോക്കൂ. എത്ര ടെൻസുകളാണ് റഹീമിന്റെ കയ്യിലുള്ളത്? 3 tens. അതായത് 10 + 10 + 10 = എത്രയാണ്? 30 rupees. പിന്നെയോ റഹീമിന്റെ കയ്യിലുള്ള വൺസ് എത്രയാണുള്ളത്? 5 ones ആണ്, അല്ലേ? അതായത് 1 + 1 + 1 + 1 + 1 = 5 rupees. അങ്ങനെയാവുമ്പോൾ റഹീമിന്റെ കയ്യിലുള്ള ടോട്ടൽ റുപ്പീസ് എത്രയാണുള്ളത്? 30 + 5 = 35 rupees ആണ് റഹീമിന്റെ കയ്യിലുള്ളത്. ഇനി മിനിയുടെ കയ്യിൽ എത്ര ടെൻസ് ആണുള്ളത്? 2 tens ആണ്, അതായത് 10 + 10 = 20 rupees. പിന്നെയോ മിനിയുടെ കയ്യിൽ എത്ര വൺസ് ആണുള്ളത്? 3 ones, അതായത് 1 + 1 + 1 = 3 rupees. അങ്ങനെയാണെങ്കിൽ മിനിയുടെ കയ്യിൽ ടോട്ടൽ റുപ്പീസ് എത്രയാണുള്ളത്? 20 + 3 = 23 rupees ആണ് മിനിയുടെ കയ്യിൽ ആകെയുള്ളത്. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് മണി വിത്ത് റഹീം ആൻഡ് മിനി? റഹീമിന്റെയും മിനിയുടെയും കയ്യിലുള്ള ആകെ തുക എത്രയാണ്? എത്രയാണ് റഹീമിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്? 35 rupees. മിനിയുടെ കയ്യിൽ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 23 rupees. അങ്ങനെയാകുമ്പോൾ 35 + 23 = 58 rupees ആണ് അവരുടെ 2 പേരുടെയും കൂടി കയ്യിലുള്ളത്. ഇനി താഴെ നോക്കൂ. ഫൈൻഡ് ദ സം. തുക കണ്ടെത്തുക. 24 + 12ന്റെ സം എത്രയാണ്? എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? ആദ്യം വൺസുകൾ തമ്മിൽ കൂട്ടണം. ഏതെല്ലാമാണത്? 4 + 2 എത്രയാണ്? 6. പിന്നെയോ ടെൻസുകൾ തമ്മിൽ കൂട്ടണം. ഏതെല്ലാമാണ്? 2 + 1 = എത്രയാണ്? 3. അങ്ങനെയാവുമ്പോൾ 24 + 12 എത്രയാണ് നമ്മൾക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്? 36. ഇനി അടുത്തത് നോക്കൂ. 43 + 26. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം വൺസുകൾ തമ്മിൽ ആഡ് ചെയ്യണം. ഏതെല്ലാമാണ്? 3 + 6 എത്രയാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്? 9. പിന്നെയോ ടെൻസുകൾ തമ്മിൽ ആഡ് ചെയ്യണം. ഏതെല്ലാമാണ്? 4 + 2 = എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 6. അങ്ങനെയാകുമ്പോൾ 43 + 26 = 69 ആണ് ആൻസർ. പ്രവർത്തനം 13 കഥ പൂർത്തിയാക്കാം. കാക്കച്ചി പെണ്ണ് മുട്ടയിട്ടു, കോലൻ പാമ്പ് അതറിഞ്ഞു. കാക്കച്ചി ഇര തേടി പോയ നേരം പാമ്പ് മരത്തിലേക്ക് ഇഴഞ്ഞു കയറി. കുഞ്ഞിക്കിളി അത് കണ്ടു. അവൾ പാമ്പിനെ ഓടിക്കാൻ ശ്രമിച്ചു. പാമ്പ് കുഞ്ഞിക്കിളിയെ പേടിപ്പിച്ചു. പിന്നീട് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ബാക്കി നമ്മൾക്കൊന്ന് പൂരിപ്പിച്ച് നോക്കാം. എന്തെല്ലാമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കൂട്ടുകാർക്ക് കഥ പൂരിപ്പിക്കാനായി സൂചനകളായി താഴെ 2 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. എന്താണ് നൽകിയിരിക്കുന്നത്? കുഞ്ഞിക്കിളി കീരിയോട് വന്ന് പറയുന്നുണ്ട്, അല്ലേ? പിന്നെ അടുത്ത ചിത്രത്തിൽ എന്താണ് കാണുന്നത്? കീരി പാമ്പിനെ കടിക്കുന്നുണ്ട്.
ഇനി നമ്മൾക്ക് ആ ചിത്രങ്ങൾ വെച്ച് കഥ പൂർത്തിയാക്കാമല്ലോ. നമ്മൾക്കൊന്ന് പൂർത്തിയാക്കി നോക്കാം. കുഞ്ഞിക്കിളി പെട്ടെന്ന് തന്നെ പറന്നു ചെന്ന് തന്റെ ചങ്ങാതിയായ വീരൻ കീരിയെ വിവരം അറിയിച്ചു. അത് കേട്ട ഉടനെ വീരൻ കീരി കുഞ്ഞിക്കിളിയോടൊപ്പം അവിടെ എത്തി. അപ്പോഴതാ പാമ്പ് കൂടിനടുത്ത് എത്തിയിരിക്കുന്നു. പെട്ടെന്ന് കീരി മരത്തിൽ ഓടിക്കയറി പാമ്പിനെ കടിച്ചു. വേദന കൊണ്ട് പാമ്പ് നിലത്തു വീണു. ആ സമയം കീരി പാമ്പിനെ കടിച്ചു കൊന്നു. കുഞ്ഞിക്കിളിക്ക് സന്തോഷമായി. ഇനി നോക്കൂ, കഥയ്ക്ക് അനുയോജ്യമായ പേര് നൽകൂ. എന്താണ് നമ്മൾ ഈ കഥയ്ക്ക് ഒരു തലക്കെട്ട് നൽകുക? കുഞ്ഞിക്കിളിയും വീരൻ കീരിയും. ആക്ടിവിറ്റി 14 ഫിൽ ദ കോളംസ്. താഴെ നൽകിയിരിക്കുന്ന കോളങ്ങൾ പൂർത്തിയാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് 19 ഇൻ ഡിഫറെന്റ് വേസ്. 19 എന്ന സംഖ്യയെ വിവിധ രീതിയിൽ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. 19നെ നമ്മൾക്ക് എങ്ങനെയെല്ലാം എഴുതാം? ഡാഷ് വൺസ്. എത്രയാണത്? 19 വൺസ്. പിന്നെയോ 1 tens and ഡാഷ് വൺസ്. എത്രയാണ്? 1 tens and 9 വൺസ്. പിന്നെയോ 5 plus 10 plus ഡാഷ്. എത്രയാണ് ആൻസർ? 5 plus 10 എത്രയാണ്? 15 ആണ് അല്ലേ? പ്ലസ് 4 is equal to 19. പിന്നെയോ ഡാഷ് subtracted from 20. 20ൽ നിന്നും എത്ര കുറച്ചാലാണ് 19 കിട്ടുന്നത്? 1 കുറച്ചാലാണ് അല്ലേ? 1 subtracted from 20. പിന്നെയോ ഡാഷ് പ്ലസ് ഡാഷ്. അവിടെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. എങ്ങനെയാണ്? ഒരു ഉദാഹരണം നൽകിയിരിക്കുന്നത് നോക്കൂ. 18 plus 1 is equal to 19 ആണ്. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.